ബി.ജെ.പി. വാഴോട്ടുകോണം കൗൺസിലർ ആർ. സുഗതന് ഇടക്കാല ജാമ്യം. കൗൺസിലറായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി സുഗതനെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് 2 കേസുകളിലാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ സുഗതന് കൗൺസിലറായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കും. കടയംമുടമ്പ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് ജാമ്യം. UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ സുഗതനെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നു. കാപ്പ ചുമത്തി ജയിലിലടക്കുകയും ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പിയുടെ ഭരണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു സുഗതനെ കള്ളക്കേസിൽ കുടുക്കിയത്. ക്ഷേത്ര ഉത്സവം തടസ്സപ്പെടുത്താൻ CPM ഗുണ്ടകൾ നടത്തിയ നീക്കത്തെ സുഗതൻ എതിർക്കുകയും വട്ടിയൂർക്കാവ് SIയും SHയും ചേർന്ന് സുഗതന്റെ പേരിൽ മാത്രം കേസെടുത്തുകൊണ്ട് പക വീട്ടുകയായിരുന്നു. ഈ നീക്കത്തിന് പിന്നിൽ വട്ടിയൂർക്കാവ് മുൻ MLA VK പ്രശാന്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാത്രിയിൽ സുഗതന്റെ വീട് അതിക്രമിച്ച് കയറിയും ഭാര്യയും മക്കളെയും ഭീഷണിപ്പെടുത്തിയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വെടിയുയർത്ത് പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ CPMനും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.